കണ്ണൂർ തലശ്ശേരിയിൽ കനത്ത മഴയ്ക്കിടെ ഓവുചാലിൽ വീണയാൾക്ക് ദാരുണാന്ത്യം. കോടിയേരി സ്വദേശി രഞ്ജിത്ത് കുമാറാണ് മരിച്ചത്. സ്ലാബ് ഇല്ലാത്ത ഓടയിലാണ് രഞ്ജിത്ത് വീണത്. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, ഇതെപ്പോഴായിരുന്നു സംഭവം? ഇത് പതിവായി ആ ഓടയ്ക്ക് മൂടിയില്ലാതിരുന്നതാണോ? ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ഈ സംഭവം. അതായത് ഈ ഓടയ്ക്ക് സമീപം ബസ് കാത്തു നിന്ന വ്യക്തിയാണ്. അതായത് ഭാര്യ ബസ് കയറ്റി വിടാൻ വേണ്ടി എത്തിയ വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് ഈ ഓട. ഈ ഓടയുടെ സമീപത്തായി അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഓടയിലേക്ക് വീണതാണ്. ഇതിന് സ്ലാബ് ഇല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ മേഖലയിൽ പ്രധാനപ്പെട്ട റോഡാണ്, ധാരാളം വാഹനങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ റോഡ് അരികെന്ന് പറയുന്നതില്ല. അപ്പോൾ അതുകൊണ്ട് സ്ലാബ് ഇട്ടാൽ മാത്രമാണ് ആളുകൾക്ക് നടക്കാനും സുരക്ഷിതമായി നിൽക്കാനും കഴിയുക. അങ്ങനെ ഈ രഞ്ജിത്ത് കുമാർ എന്ന അദ്ദേഹം ഭാര്യ ബസ് കയറ്റി വിടാനായി ഇവിടെ വന്നു. ഭാര്യ ബസ് കയറ്റി വിട്ട ശേഷം ഇതിനരികിൽ നിൽക്കുന്ന സമയത്താണ് ഇതിലേക്ക് വീഴുന്നത്. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. ഒരുപക്ഷെ കാൽ തെറ്റി വീണതാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റെന്തെങ്കിലും അദ്ദേഹത്തിന് കുഴഞ്ഞു വീണതോ മറ്റോ ആകാനുള്ള സാധ്യതയാണ്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ ഇതേ സമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇങ്ങനെ സ്ലാബ് ഇല്ല എന്നതാണ്. അതുകൊണ്ട് ഈ അപകടം സംഭവിച്ചത് കാരണം ഇനിയിപ്പോൾ കുഴഞ്ഞു വീണതാണെങ്കിൽ കൂടി സ്ലാബ് ഉണ്ടെങ്കിൽ ആ സ്ലാബിലെ അവിടേക്ക് വീഴുള്ളൂ, താഴോട്ട് വീഴില്ല. ഇതാണ് ഈ പ്രശ്നം. ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. ഇവിടുന്ന് അങ്ങോട്ട് മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. ഒരു വശം പള്ളൂരിലേക്ക് പോകുന്ന വഴിയുണ്ട്, മാഹിയുടെ ഭാഗമായ. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടാ, ഓട്ടോറിക്ഷ തട്ടിയിട്ട് അങ്ങേ അതിന് തൊട്ടപ്പുറത്തുള്ള ഓടയിൽ വീണിരുന്നു. കുറച്ച് 5-6 മാസമായി. നമ്മൾ ഈ ഓട വേണമെന്നൊരു ആവശ്യം പറഞ്ഞിരുന്നു. റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു. സ്ലാബ് ഇത് ഇടണമെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞിരുന്നു പോലും. അതിനൊരു ദാരുണമായ മരണം തന്നെയാണ്. കാരണം ഈ പ്രദേശത്ത് ഈ റോഡ് നോക്കുകയാണെങ്കിൽ റോഡിൽ അങ്ങനെ സ്ലാബുകളൊന്നും തന്നെ ഇല്ല, ഇങ്ങനെ ഓടകളാണ്. അപ്പോൾ അതുകൊണ്ട് അപകടം ഏത് നേരത്തും സംഭവിക്കാനുള്ള സ്ഥിതിവിശേഷമുണ്ട്. നേരത്തെയും സമാനമായ ഒരാൾ ഇത്തരത്തിൽ ഓട്ടോ ഇടിച്ച് ഓടയിലേക്ക് വീണു എന്നതാണ് ഈ നാട്ടുകാരടക്കം പറയുന്നത്. അതിലും അതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നതാണ് ആവശ്യം. ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. അതും അധികൃതരുടെ അനാസ്ഥയാണ് അതിന് കാരണമായി മാറുന്നത്.